2014 ശേഷം BJPക്കുണ്ടായ വളർച്ച, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ സ്വാധീനിക്കാൻ തുടങ്ങിയതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ആധികാരികമായ ഒരു കടന്നുകയറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ മോദിയുടെ മന്ത്രിസഭ നടത്തി. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, അതുപോലെ തന്നെ പുതുച്ചേരി, കൂടെ മണിപ്പൂർ വേണമെങ്കിലും നടത്താൻ സാഹചര്യമുണ്ട്. കാരണം അവിടെ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. അത് പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ്. യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ കാലാവധി 2027 ജനുവരി മാസത്തോടെ അവസാനിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് BJPയുടെ ടാലി ഇത്രയും വർദ്ധിപ്പിച്ചത്. അവിടെയാണ് അട്ടിമറി വളരെ വ്യക്തമാകുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കാണിച്ച അനീതി, അതല്ലെങ്കിൽ നെറികേട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ രാജ്യത്തെ നികുതിദായകരായ ജനങ്ങളെ മുഴുവൻ പമ്പരവെട്ടികളാക്കിക്കൊണ്ട് BJP നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഫലമാണിത് എന്ന് വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള MLA-മാരിൽ പലരും യഥാർത്ഥത്തിൽ അയോഗ്യരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് നിമിഷവും പലരുടെയും സ്ഥാനം തെറിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ അവർക്കുള്ളത്.